ഇടുക്കി കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർത്തു. കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യ സുമ, മകൻ വിഷ്ണു എന്നിവരെയാണ് പ്രതി ചേർത്തത്. നിതീഷാണ് കേസിലെ മുഖ്യപ്രതി. മാർച്ച് 2 നടന്ന മോഷണക്കേസിന്റെ ചുവട് പിടിച്ച പോലീസ് നടത്തിയ അന്വേഷണമാണ് ഇരട്ടക്കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. 2023 കക്കാട്ടുകടയിലെ വീട്ടിൽ വെച്ച നിതീഷ് വിജയനെ കൊലപ്പെടുത്തി. ഇത് സുമയുടെയും വിഷ്ണുവിന്റെയും ഒത്താശയോടെയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 2016 കട്ടപ്പനയിലെ വീട്ടിൽ വെച്ച് നവജാത ശിശുവിനെയും കൊലപ്പെടുത്തി. നിതീഷും വിജയനും വിഷ്ണുവും ചേർന്നാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നും പോലീസിന്റെ എഫ്ഐആറിലുണ്ട്. ആഭിചാരക്രിയകൾ നടന്നതായി പോലീസ് സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും അതിനെ സാധൂകരിക്കും വിധമാണ് വീട്ടിലെ ജീവിത സാഹചര്യങ്ങൾ. അകത്ത് കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ ഒരുപാട് ചാക്കുകെട്ടുകളെ, ചാക്കും തുണിയും കവറിൻ്റെ അകത്തെല്ലാം ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുക. അവിടെ കവറില്ലാത്ത ഭാഗങ്ങളില്ല, മൊത്തം കവറാണ് അതിൻ്റെ അകത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തോട്ട് കയറിയാൽ നമുക്കൊരു പേടിപ്പെടുത്തുന്ന രീതിയിലാണ് കാണാൻ സാധിച്ചത്. പിന്നെ എടുത്ത കുഴിയെന്ന് പറഞ്ഞാൽ ആ കുഴി ഒരു 3 അടിയോളം ഉള്ള വലുപ്പത്തിലാണ് കുഴി എടുത്തിരിക്കുന്നത്. കക്കാട്ടുകടയിലെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് പരിസരവാസികൾക്കും വലിയ ധാരണയില്ല. പൂജ നടത്താനുള്ള വിഗ്രഹങ്ങൾ അങ്ങനെയുള്ള ഇതൊക്കെ അതിനകത്ത് ഇഷ്ടംപോലെയായിട്ട് കിടപ്പുണ്ട്. പക്ഷേ അത് അങ്ങനെ അവർ ഏത് സമയത്താണ് നടത്തുന്നത് എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. മറ്റാളുകളുമായിട്ട് ഇവർക്ക് ബന്ധമില്ലല്ലോ. അപ്പോൾ നമുക്കറിയില്ല അവിടെ താമസം ഉണ്ടോ ഇല്ലോ എന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് മറ്റങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യം. വിജയനെയും നവജാത ശിശുവിനെയും കൊലപ്പെടുത്തിയതിന് 2 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആഭിചാരക്രിയകളുടെ ഭാഗമായാണോ കൊലപാതകം നടന്നതെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നാണക്കേട് ഭയന്ന് നവജാത ശിശുവിനെയും വാക്കുതർക്കത്തെ തുടർന്ന് വിജയനെയും കൊലപ്പെടുത്തിയെന്നാണ് പ്രതികളുടെ മൊഴി. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനായിരിക്കും ഇനിയുള്ള പോലീസിന്റെ അന്വേഷണം. ഇടുക്കി കാഞ്ചിയാറിൽ നിന്ന് ക്യാമറ പേഴ്സൺ ബിൽസങ്ങൾ അരിക്കലിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.